ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇതിൽ ചെറീസ് കട്ട് ചെയ്തതുണ്ട്, പിന്നെ 3 കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്, പിന്നെ കുറച്ച് ഈത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ ബുർത്തുക്കാലിൻ്റെ ജ്യൂസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ചെറുതാണെങ്കിൽ 3 വേണ്ടി വരും. അപ്പോൾ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിക്ക ഇതെല്ലാം കൂടെ പൊടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കണം. അപ്പോൾ അത് പൊടിച്ചെടുക്കുമ്പോൾ അതിൽ ഞാൻ ഒരു ചെറിയ കഷ്ണം പട്ട, അതേപോലെ തന്നെ ഗ്രാമ്പു, ഏലക്കായ ഇതും കൂടെ, അതേപോലെ തന്നെ ജാതിക്കയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. അതല്ല പൊടിച്ചത് സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിനു വേണ്ടി ഞാൻ 1.5 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം എന്നുള്ളവർക്ക് ബേക്കിംഗ് പൗഡർ കുറച്ചതിന് ശേഷം കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ബേക്കിംഗ് പൗഡർ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. 2-3 പ്രാവശ്യം അരിച്ചെടുക്കുക. അതല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് ബുർത്തുക്കാലിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതും കൂടെ വേണം. പിന്നെ 1/2 കപ്പ് കാരമൽ ചെയ്ത പഞ്ചസാരയും വേണം. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് കാരമലൈസ് ചെയ്തതിന് ശേഷം ബോട്ടിലാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഉപയോഗിക്കാൻ നല്ല സുഖമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ച ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചെറുതായി നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം അതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേൻ കൂടെ ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. പിന്നെ ഞാൻ 1/2 കപ്പ് കാരമലൈസ് ചെയ്ത ഷുഗറും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റാൻഡ് മിക്സറിലേക്ക് 4 ചെറിയ മുട്ടയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വലുതാണെങ്കിൽ 3 മതിയാകും. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെറിയ സ്പീഡിലിട്ടിട്ട് പിന്നെ കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇത് സ്റ്റാൻഡ് മിക്സറിലായതുകൊണ്ട് പിന്നെ പ്രശ്നമല്ല. ആദ്യം ഒന്ന് ചെറുതിലിട്ടിട്ട് പിന്നെ കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഈ പഞ്ചസാര ഇതിൽ നന്നായിട്ട് ബീറ്റ് ചെയ്യാതിരുന്നാലുള്ള കുഴപ്പം, കേക്ക് റെഡിയായി വരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു നനവ് പോലെ ഉണ്ടാവും. അപ്പോൾ അത് വരാതിരിക്കാൻ ഷുഗർ നന്നായിട്ട് പൊടിച്ചെടുക്കുക തന്നെ വേണം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റാൻഡ് മിക്സർ ഓഫാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മൈദയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ മൈദ ചേർത്തിട്ടില്ലെങ്കിൽ ഈ കേക്ക് തയ്യാറായി വരുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഇങ്ങനെ മൈദ ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ മുട്ട ബീറ്റ് ചെയ്തതിലേക്ക് കുറേശ്ശെയായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1/2 കപ്പ് കാരമലൈസ് ചെയ്ത ഷുഗറും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റാണ് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കേണ്ടത്.
അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കണം. ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേക്കിന് ഉണ്ടാവുക. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തതിന് ശേഷം സാവധാനത്തിൽ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കേക്ക് ടിന്ന് തയ്യാറാക്കി വെക്കണം. 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പ്ലം കേക്കിൻ്റെ ബാറ്റർ എപ്പോഴും കുറച്ചൊരു ടൈറ്റായിട്ടാണ് ഉണ്ടാവുക. നല്ല ലൂസായിട്ട് എടുക്കരുത്, അപ്പോൾ കേക്ക് നന്നായി കിട്ടൂല. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് ടിന്നിൽ ഇതുപോലെ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് കേക്ക് ഇളകി കിട്ടും. അപ്പോൾ ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയത്ത് ഓവനിലാണെങ്കിൽ ഓവന് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. അതല്ല സ്റ്റൗവിലാണെന്നുണ്ടെങ്കിൽ സ്റ്റൗവിൽ വെക്കണ പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് വേണം അതിലേക്ക് വെച്ച് കൊടുക്കാൻ. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ദാ 40 മിനിറ്റ് ആണ് വെച്ചിട്ടുള്ളത്. ഇതേപോലെ 2 കോയിലും ചൂടാക്കിയിട്ട് ഉള്ള ആ ഓപ്ഷനാണ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് 40 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സമയം കൊണ്ട് ആവണില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടൈം വെച്ച് കൊടുക്കാം. അത് ഓരോ ഓവനനുസരിച്ചും അതിൻ്റെ ടൈം വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. ആരോ ഒരിക്കൽ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇംബെക്സിൻ്റെ ഓവനിൽ എത്ര മിനിറ്റാണ് വെക്കേണ്ടതെന്ന്. ഞാൻ അധികവും 175-180 ഡിഗ്രിയിലാണ് വെക്കൽ. പിന്നെ 2 കോയിലും ഹീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഓപ്ഷൻ വെച്ച് കൊടുക്കുക. പ്ലം കേക്ക് ആയതുകൊണ്ട് 40 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇത് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓവനിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഇനി തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. തണുത്തതിന് ശേഷമാണ് ഇത് കേക്ക് ടിന്നിൽ നിന്നും എടുക്കേണ്ടത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് ഇളകി കിട്ടും, ബട്ടർ പേപ്പർ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. പ്ലം കേക്ക് എപ്പോഴും കഴിക്കാൻ ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുകയാണ് നല്ലത്. അപ്പോഴാണ് അതിൻ്റെ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല സോഫ്റ്റാണ്, നല്ല സ്മെല്ലും ഉണ്ട്. ബേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ ഇത് കട്ട് ചെയ്യുന്ന സമയത്തും നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം ഇൻഷാ അല്ലാഹ്.